അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 അങ്ങോട്ട് തുടക്കം മുതൽ നമ്മൾ കേൾക്കുന്നത് ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? മക്കളുള്ള മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ബന്ധങ്ങളെ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഒക്കെ സഹിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ദിവസേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാല് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് പണ്ടത്തെ തലമുറ പേടിഭയത്തോടു കൂടി വളർന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മാതാപിതാക്കളെ ഭയം, അതുപോലെ തന്നെ ഗുരുനാഥന്മാരെ ടീച്ചേഴ്സിന് ഭയമുണ്ട്, കുടുംബത്തിൽ മുതിർന്നവരെ ഭയമുണ്ട്, കാരണം കൂട്ടുകുടുംബങ്ങളാണ്, ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഭയമുണ്ട്. അങ്ങനെ പല തരത്തില് നമ്മൾ ഭയപ്പെട്ട ഒരു ബാല്യവും കൗമാരവും ഒക്കെയാണ് നമ്മുടെയൊക്കെ കടന്നുപോയത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാല് ഒന്നിനെയും ഭയക്കാത്ത, ആരെയും ബഹുമാനിക്കാത്ത, അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, സ്വന്തം കാര്യങ്ങൾ മാത്രം അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വാർത്ഥരായിട്ട് വളരുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിന് മെയിനായിട്ട് നമ്മൾ ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് കുറേ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ഈ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ, ഒരുപാട് വീഡിയോസ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എനിക്ക് പറയാനുള്ളതും അതും ഒന്ന് പറയണമല്ലോ. നമ്മളും ഈ ലോകത്ത്, ഈ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ നമ്മളും ഇവിടെ താമസിക്കുന്നതല്ലേ. അപ്പൊ നമുക്കും അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മുടേതായ എല്ലാം പറയാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് മക്കളെ വളർത്തുമ്പോൾ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങള് അവരെ പഠിപ്പിച്ചു കൊടുത്ത് തന്നെ വളർത്തണം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ, ഷഹബാസ്, ആ പൊന്നുമോന്റെ കാര്യങ്ങൾ ആ പിതാവിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും കാണുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. തീർച്ചയായിട്ടും അവന് നമ്മുടെ മകനാണല്ലേ, നമ്മുടെ വീട്ടിലെ ഒരാളാണെന്ന് കരുതുന്നതുകൊണ്ട് നമ്മളറിയാതെ, നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു കുട്ടിയാണ്. എങ്കിലും ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ, ഒരു കൂട്ടുകാരൻ എന്നുള്ള ഒരു ഇതുപോലും കൊടുക്കാതെ തല്ലിക്കൊന്നുകളഞ്ഞില്ലേ. കാരണം എന്താണ്? ഭയമില്ല. ഇന്നത്തെ നിയമവ്യവസ്ഥിതിയെ ഭയമില്ല. ഈ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ മാതാപിതാക്കൾ അവരുടെ ഒപ്പം നിൽക്കും എന്നുള്ള ഒരു ധൈര്യം, നിയമം അവർക്കൊപ്പമാണ് എന്നുള്ള ആ ഒരു ധൈര്യം എല്ലാം പഠിച്ചു വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പിള്ളേര്. ഇപ്പോഴത്തെ ഈ ബാലാവകാശ നിയമമൊക്കെ എടുത്ത് ദൂരെ കളയേണ്ട സമയം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനത്തെ കുട്ടി കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നിയമവും 16ഉം 15ഉം വയസ്സൊക്കെയുള്ള പിള്ളേര് കാട്ടിക്കൂട്ടുന്നതൊക്കെ? അവർക്ക് ആ പ്രായത്തിന്റെ ആ ഒരു എന്താ പറയുന്നത്, ഒരു സിമ്പതി കിട്ടിയിട്ട് അവർ രക്ഷപ്പെടുമെന്നുള്ള ഒരിതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇതില് മെയിനായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നു, ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. സ്നേഹിച്ച് പുന്നാരി ചോമനിച്ച് വളർത്തുന്നു. അതിൽ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ഒന്നും മക്കളെ അറിയിക്കാതെ അവർക്ക് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിക്കൊടുത്ത് വളർത്തുന്ന മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു പാഠമാണ് നമ്മുടെ വെഞ്ഞാറമൂട്ടിലെ സംഭവം. ഇപ്പുറത്ത് ഷഹബാസിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ, അതും ഈ കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന വീട്ടുകാർ. ആദ്യം 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ ഇതേപോലെ തന്നെ മർദ്ദിച്ച് അവശനാക്കി. ആ സമയത്ത് വീട്ടുകാരിടപെട്ടത് നിർത്തലാക്കിയിരുന്നെന്ന് വരെ ഇപ്പൊ ഇങ്ങനെ കാണിക്കത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മാതാപിതാക്കളും ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലുള്ള മുതിർന്നവരൊക്കെ ഉപദേശിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ തന്ത വൈബാവും, തള്ള വൈബാവും, അമ്മാവൻ വൈബാവും അല്ലേ? പക്ഷേ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആണിനെയും പെണ്ണിനെയും വളർത്തുമ്പോൾ നമ്മളെല്ലാവരും പെൺകുട്ടികളെയാണ് കൂടുതലും കർശനമായിട്ട് നിരീക്ഷിക്കുന്നത്. പെണ്ണ് എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ പെണ്ണിന് അവളുടെ കയ്യിൽ ഫോണുണ്ടോ, അവള് ഫോൺ ആരുമായിട്ടാണ് വിളിക്കുന്നത്, അതല്ലേ മുറിയടച്ചിരിക്കുന്നു, ഇതെല്ലാം ആണിനും ബാധകമാണ്. നമ്മൾ അങ്ങനെ ഒരല്പം വിട്ടുവീഴ്ച ചെയ്താൽ ഈ മക്കൾ നമ്മളെ ചതിക്കും. അത് നമ്മൾ അറിയില്ല. നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കും. അവര് ഫോൺ ചെയ്യുന്ന ആരെയാണെന്ന് എപ്പോഴും മാതാപിതാക്കൾക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ മക്കളെ അമിതമായി വിശ്വസിക്കുന്നു. നമ്മൾ മാതാപിതാക്കൾക്ക് പറ്റുന്ന ഏക കുഴപ്പം അതാണ്. നമ്മൾ മക്കളെ അമിതമായി വിശ്വസിക്കുകയാണ്. അവര് ചിരിച്ചുകൊണ്ട് നമ്മുടെ കഴുത്തറക്കുകയാണ്.
ഒരു വിഷയം വന്നു കഴിയുമ്പോഴാണ് അത് ഇന്നതാണെന്ന് ചില മാതാപിതാക്കൾ അറിയുന്നത്. ആരംഭത്തിലാണെങ്കിൽ നമുക്കത് നിർത്തലാക്കാൻ പറ്റും. ചിലര് അതിന് വളം വെച്ചു കൊടുക്കും. അപ്പൊ 2 തരത്തിലെ മാതാപിതാക്കളും ഉണ്ട്. അപ്പൊ ഈ 2ാം തരത്തിലെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ, വളം വെച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ, അവര് തീർച്ചയായിട്ടും ഈ മക്കളെ കൊണ്ട് തന്നെ മരണം വരിക്കാൻ തയ്യാറായിരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവരെ തീർച്ചയായിട്ടും വിലക്കണ്ട സമയത്ത് അടിച്ച് വളർത്തേണ്ടടത്ത് അടിച്ചു തന്നെ വളർത്തണം. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കയ്ക്ക് അടിക്കണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ആ ഒരു സമയത്ത് ടീച്ചേഴ്സ്, ഞങ്ങളുടെ സ്കൂളിൽ ശിവശങ്കരപ്പിള്ള സാറെന്ന് പറഞ്ഞൊരു സാറുണ്ട്. ഭയങ്കരമായിട്ട് സാറ് ചൂരൽ, എപ്പോഴും സാറിന്റെ കൈ ചൂരലാണ്. ആ ചൂരലും കൊണ്ട് സാറ് വരുന്ന വരവ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ മിടുപ്പ് നമുക്ക് തന്നെ കേൾക്കാം, മുട്ട് വിറയ്ക്കും ഇങ്ങനെ. ശിവശങ്കരപ്പിള്ള സാറ് ക്ലാസ്സിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരു സൂചി വീണാൽ കേൾക്കാം, അത്രമാത്രം നിശബ്ദതയാണ്. നമ്മുടെ ഹാർട്ടിന്റെ മിടുപ്പ് നമുക്ക് തന്നെ കേൾക്കാം. എംബോസിഷൻ എഴുതിപ്പിക്കും. അതുപോലെ തന്നെ സാറിങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഈ 2 കവിളിലെ മസിലുകൾ ഇങ്ങനെ ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് എഴുതാൻ പറഞ്ഞ സംഭവമൊക്കെ എഴുതിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ അടി എന്ന് പറഞ്ഞാൽ സൂപ്പർ അടി. അതുപോലെ പുറത്തൊന്നും കറങ്ങി നടക്കാൻ പറ്റത്തില്ല, അപ്പോഴടിയാണ്. അവിടെ ഒരു മാതാപിതാക്കളും വഴക്കിനായിട്ട് ചെല്ലത്തില്ല. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ വിരല് ചിലപ്പം മടക്കി ആഹാരം വാരി കഴിക്കാൻ പറ്റത്തില്ല. എന്താ കൈവച്ച് കഴിക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ ശിവശങ്കരപ്പിള്ള സാർ അടിച്ചു. എന്തിനാ? പഠിക്കാതെ എന്നിട്ടല്ലേ 2ഉം കൂടെ തരാൻ പറയും. ഇന്നോ ചെല്ലും സാറിന്റെ തോളെ കയറാന്, നീ എന്റെ മോനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചിട്ട്, അല്ലെ എന്റെ മോളെ എന്തിനാ അടിച്ചത്. ആ തെറ്റ് കണ്ടാൽ അടിക്കാൻ ഇന്ന് അവകാശമില്ല, മാതാപിതാക്കൾക്ക് അവകാശമില്ല, ഗുരുക്കന്മാർക്ക് അവകാശമില്ല. അപ്പൊ അവര് തോന്നിയ വാസികളായി വളരുന്നു. അതാണ് ചുരുക്കി പറഞ്ഞാൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു പരിധിവരെ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ശല്യം തീരാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു ശല്യം ഒതുങ്ങി എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളും ഉണ്ട്, ഇല്ലേ? കാരണം അവർക്ക് എപ്പോഴും ഫോണിൻ്റെ അകത്തുള്ള പരിപാടികൾ, ഇൻസ്റ്റയില് അല്ലെ റീലിടണം, അല്ലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അവർ ഫോണേന്നും പറഞ്ഞിരിക്കും. മക്കൾ വന്നാൽ അവരെ ഒന്നും ശ്രദ്ധിക്കത്തില്ല. അവരുടെ പഠിത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പെരുമാറ്റങ്ങളിൽ കൂടി ശ്രദ്ധിക്കുക. ചെറുപ്പത്തിലേ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുക, മൂത്തവരെ ബഹുമാനിക്കാൻ, എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യാൻ, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കരുണയോടുകൂടി ജീവിക്കാൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ, മക്കൾക്ക് മൂല്യമുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചാൽ ഒരിക്കലും ഒരു മക്കളും ഈ രീതിയിൽ ഒരാളിനെ കൊല്ലുന്ന തരത്തിലേക്ക് പോകത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബാഗ് നമ്മൾ തീർച്ചയായും പരിശോധിക്കണം. ഞാനൊക്കെ മോളുടെ ബാഗുകളൊക്കെ പരിശോധിക്കുമായിരുന്നു എപ്പോഴും. അപ്പം ചോദിക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാട്ടോ? ഇല്ല, നമ്മൾ ആരെയും വിശ്വസിക്കരുത്. നമ്മളിനി എത്ര കണ്ണിൽ മണിയായ മക്കളാണെന്ന് പറഞ്ഞാലും, എത്ര പുന്നാരി ചോമരിച്ച് നമ്മളങ്ങ് അമിതമായി വിശ്വസിച്ച് നോക്കുന്ന മക്കളാണെങ്കിൽ പോലും നമ്മൾ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവര് നമ്മളെ ശരിക്കും പറ്റിക്കും. അത് എന്റെ കാര്യമായാലും മറ്റൊരാളുടെ കാര്യമായാലും നമ്മൾ അമിതമായി മക്കളെ വിശ്വസിക്കരുത്. നമ്മൾ കാണുന്ന ഒരു മുഖമല്ല നമ്മുടെ മക്കൾക്കുള്ളത്. കാരണം നമ്മൾ കാണുമ്പോൾ നല്ല കുട്ടികൾ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷേ അതിന്റെ പിന്നിൽ അവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. ആ മുഖം നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ പോയാൽ എന്തെങ്കിലും ഒരു ആപത്തിൽ ചെന്ന് ചാടി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ അറിയുമ്പോൾ നമ്മൾ നിലയില്ലാ കയത്തിലേക്ക് ആത്മഹത്യ ചെയ്താൽ എന്താ എന്ന് തോന്നിപ്പോകുന്ന ചില ഘട്ടങ്ങൾ വരും. അപ്പോഴും നമ്മളെ ചുറ്റിനും കുറ്റപ്പെടുത്താനും നമ്മളെ അപഹസിക്കാനുമേ ആളുകൾ കാണത്തുള്ളൂ. അപ്പൊ ഈ മക്കൾ നമ്മളെ ചതിച്ചിട്ടല്ലേ, ആ മക്കളെ നമ്മൾ അമിതമായി വിശ്വസിച്ചിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മക്കളെ എപ്പോഴും നമുക്ക് ഒരു പാളിച്ച നമ്മുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല. ആ പെൺകുട്ടികളെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നോ അതിന്റെ 100 ഇരട്ടി ഇന്ന് ആൺമക്കളെ ശ്രദ്ധിക്കണം. കാരണം അവരേത് തരത്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ നമ്മൾ 10ഓ 18ഓ വയസ്സ് വരെ നമുക്ക് ആൺകുട്ടികളുടെ പുറകിന് പോകാൻ പറ്റുമായിരിക്കാം, അല്ലെ അവരെ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ നമ്മൾ 18 വയസ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് അവർ പോയി ഓരോ തെറ്റുകൾ കാണിച്ചേച്ച് വന്നാൽ വീട്ടിലിരിക്കുന്ന മാതാവിനെയാണ് പറയുന്നത്, വെറുതെ നമ്മളെയാണ് പറയുന്നത്. കാരണം അങ്ങനെയാണ് ലോകം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോയി കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് നമ്മുടെ മക്കളെ എവിടെ പോകുന്നു അല്ലെങ്കിൽ വന്നാൽ കേറ്റരുത്. ഞാനെങ്ങനെയായിരുന്നു, എൻ്റെ മോന് ഒരു 16-17 വയസ്സായി. അവനോട് പറഞ്ഞിട്ടുണ്ട്, സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ കയറണം, ഇല്ലേ നിന്നെ വീടിനകത്ത് കയറ്റത്തില്ല എന്ന് കർശനമായിട്ട് ഞാൻ വിലക്കും. അവൻ 6 മണി കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞു വന്നില്ല എങ്കിൽ ഫോൺ വിളിച്ചു നോക്കും, ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും ചിലപ്പം. അതിന് വന്ന് കയറി അപ്പോഴാദ്യം അടി കൊടുത്തിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഞാൻ വീട്ടിൽ കയറ്റത്തില്ല. 6-7 മണി കഴിഞ്ഞാൽ ഞാൻ പറയും, ഇവിടെ സ്ഥാനമില്ല, പൊയ്ക്കോളാൻ പറയും, ഇവിടെ പറ്റത്തില്ലെന്ന് പറയും. ഇനി ഏത് നല്ല സ്വഭാവത്തിലാ വരുന്ന മക്കളാവട്ടെ, ചീത്ത സ്വഭാവത്തിൽ വരുന്ന മക്കളാവട്ടെ, നമ്മുടെ വീടിനകത്ത് കയറ്റരുത്. അവരെവിടെയോ പോട്ടെ എന്ന് വെക്കണം.
മുറി അടച്ചിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ചില കുട്ടികളുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ ഒറ്റയ്ക്ക് മുറിക്കകത്ത് അവർ മുറി അടച്ചിട്ടിരുന്ന് ഇത്ര രഹസ്യമായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പഠിത്ത കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അത് നമ്മളുടെ കൺട്രോളിലായിരിക്കണം. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും മക്കൾ വഴിതെറ്റി പോകും. കാരണം നമ്മൾ അറിയാതെ ഈ പെൺകുട്ടികളുടെ കയ്യിലൊക്കെ ഫോണുകൾ കാണും. അത് നമ്മൾ മാതാപിതാക്കൾ അറിയത്തില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. എത്ര വിശ്വസിക്കുന്ന മക്കളാണെങ്കിൽ, വിശ്വാസമുള്ള മക്കളാണെങ്കിൽ പോലും നമ്മൾ അവരുടെ ബാഗുകൾ പരിശോധിക്കണം. അവരുടെ അവർ കിടക്കുന്ന ബെഡിനടി, തലേണിയറ എല്ലാം പരിശോധിക്കണം. ഇന്നത്തെ കാലം അതാണ്. അല്ലാതെ നമ്മൾ മിണുങ്ങസിയാന്നിങ്ങനെ ഇരുന്നാൽ അവസാനം ആപത്തുകളിലേക്ക് ഒന്നീ ആൺമക്കളായാലും പെൺമക്കളായാലും ചെന്ന് ചാടി കഴിയുമ്പോഴേ നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു പരിധി വരെ മാതാപിതാക്കളായ ഇപ്പം പിതാവിന് നാട്ടിൽ നിന്ന് ഇതെല്ലാം ചെയ്യാനും എടുക്കാനും പറ്റത്തില്ലല്ലോ. നമ്മൾ അമ്മമാരാണ് മക്കളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷെ നമ്മളെ ചതിക്കുന്ന മക്കളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അമ്മ ഇനി എത്ര കാര്യമായിട്ട് കെയർ ചെയ്ത് നോക്കിയാലും നമ്മളെ ചതിക്കുന്ന മക്കളും ഉണ്ട്. അങ്ങനെ ഒരുപാട് കേസുകെട്ടുകളുണ്ടല്ലോ, മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. കുറ്റങ്ങൾ കണ്ടാൽ നന്നായിട്ട് അടിക്കണം, അടിച്ച് തന്നെ മക്കളെ വളർത്തണം, ശാസിക്കണം. അതുപോലെ തന്നെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കരുത്. എനിക്ക് സാധിച്ചിട്ടില്ല, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടില്ല, അല്ലെ എനിക്ക് സാധിക്കാതെ പോയതല്ല എൻ്റെ മക്കൾക്ക് ഞാൻ സാധിച്ചു കൊടുക്കുന്നു എന്ന് വലിയ ഗീർവാണം മുഴക്കിയിട്ട് ചിലർ ചെയ്യുന്നത് കാണാം. പക്ഷെ അത് നമ്മൾ ചെയ്യണം. അതിനെല്ലാം ഒരു പരിധിയുണ്ട്. അവർ ഓരോന്നും ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ കടങ്ങളുള്ള വീട്ടുകാരാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അച്ഛൻ അല്ലെങ്കിൽ വാപ്പ ഇന്നതുപോലെ കഷ്ടപ്പെടുകയാണ്, നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾക്ക് ഈ ആഹാരത്തിനുള്ള വകയുണ്ടാക്കുന്നത്, നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. കടങ്ങളും പ്രയാസങ്ങളും കൊണ്ട് തീർച്ചയായിട്ടും അത് മക്കളോട് പറയണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ചില ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയത്തില്ല. മൂക്കുമുട്ട കടങ്ങൾ തലയുടെ മുകളിൽ ഈർച്ചവാള് പോലെ നിന്നാലും ഇവര് പറയത്തില്ല. അയ്യോ അന്തസ്സും അഭിമാനവും ഭാര്യ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് പറയത്തില്ല. മിക്കയിടത്തും ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത്രയും കടങ്ങളുണ്ടായിരുന്നു എന്ന് പുറം ലോകം അറിയുന്നത്, അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ അറിയുന്നത്, അല്ലെങ്കിൽ ഭർത്താവും മക്കളും അറിയുന്നത്. ഭാര്യയ്ക്ക് രഹസ്യമായിട്ട് ലക്ഷക്കണക്കിന് രൂപ കടങ്ങൾ നമ്മളിപ്പോൾ കാണുന്നില്ലേ, ഇതില് വാർത്തകളിൽ കാണുന്നില്ലേ? ഇതൊക്കെ എങ്ങനെ വരുന്നു? ആർഭാടങ്ങള്. അയലത്ത് വീട്ടുകാരൻ കാറ് വാങ്ങിച്ചാൽ നമുക്ക് ലോറി വാങ്ങിക്കണം. അയലത്ത് വീട്ടുകാരൻ ഒരു വീട് വെച്ചാൽ, അല്ലെ എന്തിന് അയലത്ത് വീട്ടിലോട്ട് പോകുന്നു? സഹോദരങ്ങളിൽ ഒരാൾ ഒരു നല്ല വീട് വെച്ച് കഴിഞ്ഞാൽ അവനെ വെല്ലുന്ന വീട് നമുക്ക് വേണം. അപ്പൊ എന്തുവരും? കടം വാങ്ങിക്കും. കടം വാങ്ങിച്ചു കഴിയുമ്പോൾ എന്തുവരും? അത് വീടാൻ വേണ്ടിയിട്ട് ചെറിയ കുഴി കുഴിച്ചത് എടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കുഴി കുഴിക്കും. ആ ചെറിയ കുഴി ഈ മണ്ണിട്ട് മൂടുമ്പോൾ അപ്പുറത്ത് വലിയൊരു കുഴി കുഴിക്കുകയാണ്. അങ്ങനെ പലിശക്കെടുത്തും ആർഭാടങ്ങൾ ചെയ്തും മക്കളെ ഇട്ട് വഷളാക്കിയുമാണ് ഒട്ടുമിക്ക സംഭവങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു മാതാവും നമ്മൾ ഉപ്പ് ചേർത്ത് ആഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഭർത്താവ് കഷ്ടപ്പെടുന്നത് മക്കളെ അറിയിപ്പിച്ച് തന്നെ വളർത്തുക. നമ്മളുടെ കടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരോട് പറയണം. ഈ ഒരു സാധനം ആവശ്യപ്പെടുന്നു, ഒരു ഫോൺ ആവശ്യപ്പെടുന്നു, പറയണം. ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ സാഹചര്യം സാമ്പത്തികമായിട്ടില്ലെങ്കിൽ അവരോട് പറയണം, മക്കളെ നമ്മുടെ സാഹചര്യങ്ങൾ ഇന്നതാണ്, നമുക്കിപ്പം പറ്റത്തില്ല, അവരുടെ കയ്യിൽ ഉണ്ട്, ഇവരുടെ കയ്യിൽ ഇന്ന ഫോണുണ്ട്, ആപ്പിൾ ഫോൺ അവിടെ ഉണ്ട്, അവരുപയോഗിച്ചോട്ടെ, നമുക്കതിനുള്ള ഗതിയില്ല. അത് നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കണം. അത് ശത്രുതയോടുകൂടി പെരുമാറാതെ മക്കളെ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളവർ അവർ എന്ത് ചെയ്തോട്ടെ, അത് കണ്ടിട്ട് നമ്മൾ കുലുങ്ങാൻ പോയാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. വെഞ്ഞാറമൂട് കൊലപാതകം വെഞ്ഞാറമൂട്ടിൽ നടന്നത് സ്വന്തം മകനാണ് വാപ്പുമായ. എൻ്റെ ആച്ചിക്കൂട്ടനെ എനിക്ക് ഓർമ്മ വന്ന്, എൻ്റെ ആച്ചിയെ ഇത്രയേ ഓമനിച്ചു കൊണ്ട് നമ്മൾ നടക്കുന്നു, വളർത്തുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ വാപ്പുമായ അവൻ ചുറ്റിയൊക്കെ അടിച്ച് നിർത്താക്ഷിണ്യം സ്വന്തം അനിയനെ, ഉമ്മയെ, അവന്റെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആ ഉമ്മ, അത് അർഹിക്കുന്നവരാണ്. അവരവനെ നേരായ മാർഗത്തിൽ വഴിതെളിച്ച് വിട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ അങ്ങനെ വരുത്തില്ല. ഇത്രയും കടങ്ങളുള്ള വാപ്പ മറു രാജ്യത്ത് 7 വർഷം കൊണ്ട് നാട്ടിൽ വരാതെ അയാൾ കിടന്ന് കഷ്ടപ്പെട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്യാം. പ്രവാസികളുടെ യഥാർത്ഥ ജീവിതം നേർക്കണ്ണിൽ പോയി കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ് ഞാൻ കരഞ്ഞ ദിവസങ്ങളുണ്ട് ഓരോരുത്തരുടെയും ജീവിതം കണ്ടിട്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഗൾഫുകാരൻ അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. നാട്ടിൽ വരുമ്പോൾ നല്ല ഡ്രസ്സിൽ വന്ന് സ്പ്രേ പഠിച്ച് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആരും അറിയുന്നില്ല അവൻ എന്തുമാത്രം അവിടെ കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നതെന്ന് അറിയാമോ? ആ കടങ്ങളും വാങ്ങിച്ച ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് നിന്ന് അത് തീർന്നു കഴിയുമ്പം ഇവിടെ വേറെയും കടങ്ങൾ വരുത്തി വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. വീട്ടിലെ കാര്യങ്ങൾ നടത്തണം, നാട്ടിലുള്ള കടങ്ങൾ വീടണം, അവിടെ വരുത്തി വെച്ച കടങ്ങൾ വീടണം. അങ്ങനെ കഷ്ടപ്പെടുന്ന തന്തമാര് ഒരുപാടുണ്ട്. അത് മനസ്സിലാക്കാതെ മക്കളെ വളർത്തരുത്. വളർത്തി കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് അനുഭവങ്ങൾ പല സ്ഥലങ്ങളിൽ സംഭവിക്കും. നിയന്ത്രണമില്ലാതെ മക്കളെ വളർത്തി, അതായത് ക്രൂരന്മാരായിട്ടുള്ള മക്കളെ നമ്മളിപ്പോൾ കണ്ടല്ലോ ഷഹബാസിന്റെ അവസ്ഥ. ആ പിതാവിന്റെ സങ്കടം കണ്ടിട്ട് നമ്മുടെ കണ്ണ് തോരുന്നില്ല. എൻ്റെ പൊന്നുമോനും ഇതുപോലെ അണിഞ്ഞൊരുങ്ങി രാവിലെ പരീക്ഷയ്ക്ക് പോകാൻ ഹോൾ ടിക്കറ്റും വാങ്ങിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞ്. എൻ്റെ മക്കൾ രണ്ടുപേരും 10ാം ക്ലാസ് പരീക്ഷയ്ക്കായാലും പ്ലസ് ടുവിൻ്റെതിനായാലും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. രാവിലെ ഞാൻ വേണം എടുത്തു കൊടുക്കാൻ. ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് നമ്മൾ കൊടുക്കണം. അതും വാങ്ങിച്ച് നമ്മൾ തലയെ കൈവച്ചിട്ടൊന്ന് അനുഗ്രഹിച്ച് പോയി പരീക്ഷ എഴുതി വാ, എല്ലാം എഴുതണേ, അള്ളാഹുവിൻ്റെ അടുക്ക പ്രാർത്ഥിക്കാം. ഈ ഒരു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പൊന്നുമോനെ അതിനൊരു അവസരം കൊടുക്കാതെ നിസാരമായ പ്രശ്നത്തിന് അടിച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അവന്മാരെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ട് പോലീസ് കാവല് കിടക്കുന്നു. പോലീസ് എന്ത് നിയമം? ബാലാവകാശ നിയമം. ഈ അവകാശ നിയമം അല്ലെ എന്താ പറയുന്നത്, കൗമാരക്കാരെയും കൊച്ചു പിള്ളേരെയൊക്കെ നശിപ്പിക്കുന്ന നിയമമാണ് സത്യം പറഞ്ഞാൽ. ഇതിന് തക്കതായ ശിക്ഷ. ഇവന്മാരെ പരീക്ഷ എഴുതിപ്പിക്കരുത്. എന്തിന് ഇവന്മാർ കളക്ടർ ആവാൻ പോകുന്നു? ഇവനൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് മന്ത്രിമാരായിട്ടൊക്കെ വന്ന് നമ്മളെ ഒരു സമയത്ത് ഈ നാട് കുട്ടിച്ചോറാക്കാനുള്ളവന്മാരാ. അങ്ങനെയുള്ളവന്മാരെ ഒന്നും വളർത്തരുത്. ഈ മാതാപിതാക്കളെ വേണം പറയാൻ. മക്കളൊരു തെറ്റ് കാണിച്ചേച്ച് വന്നാൽ ചിലപ്പം നമ്മൾ അവരുടെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തത്തില്ലായിരിക്കാം. കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു. മറ്റുള്ളവരോട് നമ്മളൊക്കെ എന്തും പറയാം, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കരുത്. നമ്മുടെ മക്കളെ നമുക്കെന്തും പറയാം, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. കാരണം ഇപ്പൊ അവരൊരു തെറ്റ് ചെയ്താൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കും. പക്ഷെ അവരെ ഒറ്റയ്ക്ക് നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഷഹബാസിന്റെ കൊലയാളികൾക്ക് മാതാപിതാക്കളാണ് മുൻകൂർ ജാമ്യത്തിനും പോയിരിക്കുന്നു. അവരെ പരീക്ഷ എഴുതിക്കാൻ മുൻകൈ എടുത്ത് കൊണ്ടുപോകുന്നു അല്ലേ? നാളെ അവർ ഇതിന്റെ അപ്പുറത്ത് ചെയ്യത്തില്ല. ഈ മാതാപിതാക്കളുടെ തന്നെ തല തല്ലി പൊളിക്കത്തില്ലേ ഇവര് കുറച്ചു നാൾ കഴിയുമ്പോൾ? നിസാര കാര്യങ്ങൾക്ക് ഇവർക്ക് അറപ്പ് മാറി ഇല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ആൺമക്കളെ ആയാലും പെൺമക്കളെ ആയാലും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുക. നമ്മൾ അമിതമായി വിശ്വസിക്കരുത്. നമ്മൾ വിശ്വസിച്ച് പോയാൽ നമുക്ക് ആപത്താണ്. ഈ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇപ്പൊ ഇവിടെ കൊലപാതക വിഷയം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് കാണുന്ന പ്രേമബന്ധങ്ങൾ, ചില പ്രേമബന്ധങ്ങളിൽ പോയി കുരുങ്ങും അല്ലേ? വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളോട് പറഞ്ഞിട്ടാണോ ഈ മക്കൾ ചെയ്യുന്ന പണി? ആണോ? ഒരാപത്തിൽ പോയി പെട്ടുകഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. ഇവര് നമ്മളെ ചതിക്കുകയായിരുന്നുവെന്ന് നമ്മൾ അപ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോഴേക്കും വൈകിപ്പോവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചുറ്റുപാടുമുള്ള ഭർസനങ്ങളും പരിഹാസങ്ങളും എല്ലാം കേട്ട് ചത്ത ശവം പോലെ ജീവിക്കേണ്ട ഒരവസ്ഥയാവും. പക്ഷെ കർമ്മ എന്നൊരു സംഭവം ഉണ്ട്. അത് തിരിഞ്ഞ് ബൂമറാങ് പോലെ അങ്ങോട്ട് തിരിച്ച് കിട്ടും, അതുറപ്പാണ്. നമ്മൾ എന്ത് ചെയ്യുന്നോ, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു, അതെല്ലാം തിരിച്ച് ബൂമറാങ് പോലെ തിരിച്ചു പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ നിയന്ത്രിക്കുക. അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഇന്ന് കൊച്ചു പിള്ളേരെ വരെ ഇന്ന് ലഹരി മിഠായികൾ വരെ കൊടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ മക്കളോട് പറഞ്ഞു കൊടുക്കുക, ആരെങ്കിലും അപരിചിതരും നമുക്ക് മിഠായിയോ എന്തെങ്കിലും വർണ്ണക്കടലാസി പൊതിഞ്ഞു തരുന്ന സാധനങ്ങളോ തന്നാൽ കഴിക്കരുത്. അഥവാ കൊണ്ടുവന്നാലും വീട്ടുകാരെ അറിയിച്ച് കാണിച്ചിട്ടേ കഴിക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ബാഗും അവർ കിടക്കുന്ന തലയണി എന്താ പറയുന്നത് മെത്ത വരെ നിങ്ങൾ പരിശോധിക്കണം. സംഭവം ഞാൻ പറയുന്നത് വെറുതെ ആണെങ്കിൽ നിങ്ങളൊരു 100 പേര്, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു 100 പേര് നിങ്ങൾ പോയി ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരാളിൻ്റെ എങ്കിലും മക്കളുടെ ബാഗിൽ നിന്നോ തലയണിയുടെ അടിയിൽ നിന്നോ മെത്തയുടെ അടിയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഒന്നീ ഫോണായിരിക്കാം, അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നമ്മൾ അമിതമായി മക്കളെ വിശ്വസിക്കരുത്. അത് നമുക്ക് ആപത്താണ്. അപ്പോൾ പറഞ്ഞു കൊടുത്ത് വിലക്കേണ്ട സമയത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. ഭയപ്പെട്ട് തന്നെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അതുപോലെ കുടുംബത്തിൽ മുതിർന്നവരെയും നല്ലതുപോലെ ബഹുമാനിച്ചും ഭയന്നും തന്നെ ജീവിക്കുക. അള്ളാഹയെ ഭയമില്ല, പിന്നാണോ അടിയാരെ ഭയക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ തലമുറയ്ക്ക് മാതാപിതാക്കളെ ഭയമില്ല, കൂട്ടുകാരെ പോലെ ആകണം
പക്ഷേ ഒരു പരിധിവരെ അവരെ നമ്മൾ നിർത്തേണ്ടടുത്ത് നിർത്തുകയും വേണം. ഞാൻ നല്ല കൂട്ടുകാരിയാണ്, മക്കളോട് നല്ല അടുപ്പമാണ്. പക്ഷെ നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറയും, അടി കൊടുക്കേണ്ടടുത്ത് നല്ല ചറപറ അടിക്കും. എൻ്റെ മക്കള് പറയും യക്ഷിയായിരുന്നു. അതെ, ഞാൻ യക്ഷി തന്നെ ആയിരുന്നു, അല്ലാതെ പറ്റില്ല. എന്നിട്ട് പോലും നമുക്ക് പറ്റുന്നില്ല. ഇത്രയും നല്ല കർശനമായി സ്ട്രിക്റ്റായി നിന്ന് വളർത്തിയിട്ട് പോലും നമുക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മൾ കണ്ണടച്ച് വെച്ചാലുള്ള അവസ്ഥ. മക്കളുടെ ആവശ്യമില്ലാത്ത അനിഷ്ടങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കരുത്, ആവശ്യമില്ലാത്ത നിർബന്ധങ്ങളെ സാധിച്ചു കൊടുക്കരുത്. അടി കൊടുക്കേണ്ടടുത്ത് നല്ല അടി തന്നെ ഭരിച്ചു കൊടുത്ത് വളർത്തുക, അല്ലാതെ ഒരു രക്ഷയില്ല. സ്കൂളിലായാലും വീട്ടിലായാലും അടിച്ച് തന്നെ വളർത്തണം. അങ്ങനെയുള്ളവരെ നന്നാകത്തുള്ളൂ. കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും കടങ്ങളും മക്കളെ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്തുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പക്ഷേ നമ്മളപ്പോൾ 100% ഓക്കെ ഒന്നുമല്ല. എല്ലാവരുടെ ജീവിതത്തിലും എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാം വെളിച്ചത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടവരെ എനിക്ക് അറിയാവുന്ന, ഞാൻ കണ്ട് മനസ്സിലാക്കിയതും ഞാൻ ചെയ്തതുമായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത്. മക്കളെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്തോളുക. നല്ലതുപോലെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തിയാൽ നാളെ നമുക്ക് സന്തോഷത്തോടു കൂടി മരിക്കാം. അതല്ല എങ്കിൽ മക്കളുടെ കൈകൊണ്ട് ചുറ്റിയലിനോ അതല്ല എങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ മരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ മക്കളെ നല്ലതും കെട്ടതും പറഞ്ഞു കൊടുത്ത് വളർത്തിയില്ല എങ്കിൽ ഷഹബാസിനെ പോലുള്ള കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്നിച്ച് വീട്ടിൽ കയറി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മയക്കുമരുന്നിനെതിരെയും അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾക്കെതിരെ നമ്മൾ മക്കളെ നന്നായിട്ട് ബോധവൽക്കരണം നടത്തുക, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മുടെ മക്കളെയെല്ലാം നല്ല മക്കളാക്കി തന്നെ വളർത്തി തരട്ടെ. 1-2 കേസ് കെട്ടുകൾ വന്നു എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എങ്കിലും കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും നമ്മൾ സംശയത്തോടു കൂടി തന്നെ നമ്മൾ അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് തന്നെ വളർത്തുക. ഓക്കെ, ഇന്നത്തെ തലമുറ അതാണ്. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ സംശയിക്കുന്നതല്ല, പക്ഷെ നമ്മൾ അവരുടെ കെയറിന് വേണ്ടിയിട്ടാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്, പക്ഷെ അവർക്ക് സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, അവരുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ നല്ല മക്കളായിട്ട് നാടിനും വീടിനും ഉപകരിക്കുന്ന നല്ല മക്കളായിട്ട് വളരട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അസ്സലാമു അലൈക്കും.